വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേരെയാണ്. എല്ലാവരും വീട്ടിലിരുന്ന് സേഫായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ സദ്യ കേക്കുമായിട്ടാണ്. സദ്യ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 തവണയെങ്കിലും നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഈ ഉപ്പും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ആ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തണം. ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ട ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര. ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും. അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഏതെങ്കിലും എസൻസ് ഒഴിക്കാം. വാനില എസൻസ്, വാനില കേക്ക് ആണെങ്കിൽ വാനില എസൻസ് ഒഴിക്കാം. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി മിക്സ് ചെയ്യണം. അത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇതിലോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സാവധാനം വേണം അത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യേണ്ട. ഒരു സ്പൂണോ വിസ്കോ യൂസ് ചെയ്തിട്ട് മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ മുഴുവനായിട്ടും ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മുഴുവനായിട്ടും നമുക്ക് കൊടുക്കാം. ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്പീഡാക്കി കാണിക്കുന്നു എന്ന് മാത്രം, പക്ഷെ ഞാൻ സാവധാനമാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഒരു കേക്ക് മോൾഡ് എടുത്തിട്ട് 8 ഇഞ്ചിൻ്റെ മോൾഡാണ്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ബട്ടറൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വിനെഗർ ആദ്യം തന്നെ ചേർക്കേണ്ട, നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന സമയത്തോ ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ കേക്ക് മോൾഡിലേക്ക് മാറ്റാം. കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ മടക്കായിട്ട് വരും. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കുന്നത്, ഓവനിലാണോ എന്നൊക്കെ. ഞാൻ ഓവനിലല്ല കേക്ക് തയ്യാറാക്കുന്നത്. ഇതുപോലൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കും. നന്നായിട്ട് ഹീറ്റാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ റിങ്ങിൻ്റെ മുകളിലോട്ട് നമ്മുടെ കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ചു കൊടുക്കാം. ഈ രീതിയിലാണ് ഞാൻ എപ്പോഴും കേക്ക് തയ്യാറാക്കാറ്. ഓവൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് സിമ്മിലോട്ട് മാറ്റണം. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം നമുക്കൊരു 40-45 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ, ഇത് വേവാനായിട്ട് സമയമെടുക്കും. ഇപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറന്നു നോക്കുന്നത്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് അറിയാനായിട്ട് നമുക്ക് ഒന്നുകിൽ നമ്മുടെ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഒരു ഈർക്കിളോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിൽ ഒട്ടി പിടിച്ചിട്ടില്ലാണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സ്പോഞ്ച് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ മടക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ കഴിയും നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഇനി നമുക്കിത് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ ഒരു ലീഫ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കേക്ക് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു അറ്റത്തുനിന്ന് കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ ഒഴിവാക്കുന്ന കഷ്ണങ്ങളൊക്കെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യും. എന്നിട്ട് ഈ കേക്കിനെ ഞാൻ 3 സ്ലൈസായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളും ബീറ്ററിൻ്റെ ആ വിസ്കും
ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ക്ലീൻ ആയിട്ടുള്ള ബൗളാണ്. അതിലേക്ക് 1.25 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് ലോ ആയിട്ട് വളരെ സ്പീഡ് കുറച്ചുകൊണ്ട് ഒരു 3 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ബീറ്റ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ കേക്ക് പെട്ടെന്ന് ബീറ്റായി കിട്ടും, പക്ഷെ അതേപോലെ പെട്ടെന്ന് തന്നെ ലൂസായി പോവുകയും ചെയ്യും. അപ്പോൾ ഒരു 3-4 മിനിറ്റെങ്കിലും ലോ ആയിട്ട് ഏറ്റവും സ്പീഡ് കുറച്ചുകൊണ്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ സ്പീഡാക്കി കാണിച്ചു എന്ന് മാത്രം, പക്ഷെ 3.5 മിനിറ്റ് ഞാൻ സ്പീഡ് കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് സ്പീഡ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, നമ്മൾ ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഇത് കൺസിസ്റ്റൻസി മനസ്സിലാവും. നോക്കൂ, ഇത് നമുക്ക് താഴെയൊന്നും പോവില്ല, ഇങ്ങനെ കമിഴ്ത്തിയാൽ പോലും താഴെ പോവില്ല, അത്രയും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. കേക്കിൻ്റെ ഒരു ബേസ് എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ക്രീം ആക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചതാണ് ഷുഗർ സിറപ്പ്. ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ കേക്ക് കണ്ടപ്പോൾ എനിക്ക് കേക്ക് നമ്മുടെ സദ്യേൻ്റെ ഇല കുറച്ച് ചെറുതായിട്ട് തോന്നി. അപ്പം ഞാൻ ഒന്ന് വലുതാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ഇത്തിരി കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ കേക്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് അതിൻ്റെ പുറകിൽ കൊടുത്തു. അങ്ങനെ കേക്കിൻ്റെ നീളം, ഇലേൻ്റെ നീളം ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് അല്പം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മധുരമൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ക്രീമേ തേക്കുന്നുള്ളൂ. വീട്ടിലൊക്കെ യൂസ് ചെയ്യാനാകുമ്പോൾ കുറച്ച് ക്രീമാണ് നല്ലത്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രീൻ ആപ്പിൾ ക്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത ലെയേഴ്സൊക്കെ തയ്യാറാക്കിയെടുക്കാം. സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്, അതിലും ക്രീം തേച്ചു. ഇനി കുറച്ച് ആപ്പിൾ ക്രഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. തേർഡ് ലെയർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സൈഡിലും മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ക്രീം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിലൊന്ന് വെച്ച് എടുക്കാം. നമുക്കിനി അതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ തയ്യാറാക്കാം. ഞാൻ ആദ്യം അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ചേർത്തിട്ട് റെഡ് കളറൂടെ മിക്സ് ചെയ്തിട്ട് അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറീസിലേക്ക് ക്രീമും അല്പം റോസ് മിൽക്കും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. ഞാൻ പഴമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കുറച്ച് യെല്ലോ കളറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. എന്നിട്ട് കയ്യിലിട്ട് ഉരുട്ടാൻ പാകത്തിനായതിന് ശേഷം കയ്യിലിട്ടുകൊണ്ട് തന്നെ നമ്മൾ പഴത്തിൻ്റെ ഒരു ഷേപ്പിൽ തയ്യാറാക്കിയെടുത്തു. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ഞാനിവിടെ അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി മൊത്തം ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തു. അതിന് ശേഷം കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ കളർ മിക്സ് ചെയ്യുകയാണ്. നമുക്ക് ഗ്രീൻ ആണല്ലോ ലീഫ്, അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ കളർ ക്രീം എടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു നമ്മുടെ ഇങ്ങനെയുള്ള ഒരു കയ്യിലോ ചട്ടുകോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു വരയുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ആ ലീഫിൻ്റെ വരകളുണ്ടാവുമല്ലോ, വാഴയിലയിൽ ഇങ്ങനെ ഓരോ വരകളുണ്ടാവുമല്ലോ, ആ വരകൾ വരച്ചു കൊടുക്കുന്നത് ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ നമ്മുടെ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ സൈഡിൽ അടിയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്രീം എടുത്തിട്ട് സൈഡിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളോട് തയ്യാറാക്കാം. ഞാൻ പപ്പടമാണ് തയ്യാറാക്കുന്നത്. അത് ഒരു ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം ഒരു ഗ്ലാസ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പപ്പടമായിട്ട് ഞാൻ യൂസ് ചെയ്തത് ബ്രെഡാണ്. അങ്ങനെ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും യെല്ലോ കളറും കൂടെ ചേർത്തിട്ട് നമുക്ക്
ക്യാബേജ് തോരൻ തയ്യാറാക്കാം. അങ്ങനെ ക്യാബേജ് തോരൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി സാമ്പാർ അവിയലൊക്കെ തയ്യാറാക്കാനായിട്ട് ഞാൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ളത് കേക്കിൻ്റെയും ബ്രെഡിൻ്റെയും കഷ്ണങ്ങൾ കളറ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അവിയലാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അത് കുറച്ച് കളേർഡ് കേക്കുകൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ടാണ് അവിയൽ തയ്യാറാക്കിയത്. ഇനി സാമ്പാറാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ് സിറപ്പും അതുപോലെ മിൽക്ക് മെയ്ഡും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കളേർഡ് ആയിട്ടുള്ള ബ്രെഡും കൂടി ചേർത്തിട്ട് സാമ്പാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കൂട്ടുകറി തയ്യാറാക്കാം. കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ചെറീസും കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് നമുക്കൊരു കൂട്ടുകറി തയ്യാറാക്കാം. അങ്ങനെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് കാളനാണ്. അത് കുറച്ച് ബ്രെഡ് ക്രംസും യെല്ലോ കളറും ക്രീമും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ചിപ്സ് തയ്യാറാക്കാം. വറുത്തുപ്പേരിയും ശർക്കരപ്പേരിയൊക്കെ തയ്യാറാക്കാനായിട്ട് നമ്മൾ നേരത്തെ പഴം ഉണ്ടാക്കിയ ആ കുറച്ച് മാവ് ബാക്കിയുള്ളത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ വറുത്തുപ്പേരി ആയിട്ടുള്ളത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം ഉപ്പായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് തന്നെയാണ്. പിന്നെ നമുക്ക് വറുത്തുപ്പേരി വെച്ച് കൊടുക്കാം. ഈ വറുത്തുപ്പേരിയിൽ ചോക്ലേറ്റ് സിറപ്പ് മുക്കിയിട്ടാണ് ഞാൻ നമ്മുടെ ശർക്കരപ്പേരി ആയിട്ട് തയ്യാറാക്കിയത്. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അവിയലും അതുപോലുള്ള ക്യാബേജ് തോരൻ, അവിയൽ, കാളൻ, അങ്ങനെ എങ്ങനെയാണ് വെക്കുക എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഓരോന്നും ഓരോ രീതിയിലാണ് വെക്കുക. ഞാൻ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് വെച്ചതാണ്. കൂട്ടുകറി, നമ്മുടെ ബീട്രൂട്ട്, അച്ചാറൊക്കെ ആദ്യമാണെന്ന് തോന്നുന്നു വെക്കാറ്. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ചോറായിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി അതിലേക്ക് സാമ്പാർ, നമ്മൾ തയ്യാറാക്കി വെച്ച സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. ഇത് പപ്പടം, ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുത്ത പപ്പടം വെച്ച് കൊടുക്കാം. പഴം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ സദ്യയിലെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. കുറച്ച് വിഭവങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം നമ്മുടെ കേക്ക് ചെറുതാണ്. ഇല ചെറുതായതുകൊണ്ട് കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റും കാണാനൊക്കെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ സദ്യ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്